ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സപ്പങ്ക. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളിവിടെ വന്നിട്ട് പോകുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്, പിന്നെ നമ്മുടെ ഒരു കോഡ് സെറ്റിൻ്റെ ഒരു അപ്ഡേഷനൊക്കെ തരാനായിട്ടാണ് കേട്ടോ. അതായത് ഇന്നും നാളെയും മാത്രമേ നമുക്ക് ഈ ഒരു കോഡ് സെറ്റ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കുള്ളൂ. അത് കഴിഞ്ഞ് നമുക്കിതൊക്കെ സോൾഡ് ഔട്ട് ആയിരിക്കും. തുടക്കം മുതൽ നമ്മുടെ കൂടെ ഉള്ളവർക്ക് അറിയാം, നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. അപ്പോൾ ഹോൾസെയിൽ ഷോപ്പുകൾക്കാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് കുർത്തീസൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. മൂവിങ് അപ്പോൾ നമുക്കിപ്പോൾ നിലവിലുള്ള ഈ ഒരു കോഡ് സെറ്റ് എല്ലാം തന്നെ ഇതേപോലെ റെഡി ആയിട്ട് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ 2 ദിവസത്തേക്ക് നമുക്ക് ഉണ്ടാവുള്ളൂ. അതായത് ഇന്നും നാളെയും കൂടെ മാത്രമേ നമുക്ക് ഈ ഒരു കോഡ് സെറ്റിൻ്റെ സെയിൽ ഉണ്ടാവുള്ളൂ. അതിന് ശേഷം ഇത് ഫുള്ള് സോൾഡ് ഔട്ട് ആയിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ആയിട്ടുള്ള കുറേ പേരുണ്ട്. അപ്പോൾ അവർക്ക് ഒരു കറക്റ്റ് എന്താണ് നമ്മുടെ ഒരു ബിസിനസ്സിൻ്റെ രീതി എന്നുള്ളത് അറിയില്ലാത്തത് കൊണ്ടായിരിക്കാം 199 കളക്ഷൻസിനെ കുറിച്ചൊക്കെ ഇപ്പോഴും എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അത് റീസ്റ്റോക്ക് ചെയ്യാവോ എന്ന് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ അവൈലബിലിറ്റിയെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അപ്ഡേഷൻ എന്നുള്ള രീതിക്കാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ആ ഒരു കളക്ഷൻസ് ഒന്നും തന്നെ ഇപ്പോൾ നമുക്ക് നിലവിലില്ല. എല്ലാം തന്നെ ഓൾമോസ്റ്റ് സോൾഡ് ഔട്ടാണ്. അതിനൊരു റീസ്റ്റോക്കും ഉണ്ടാവില്ല. കാരണം 199 299 നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ അതൊരു ക്ലിയറൻസ് സെയിലായിരുന്നു. അതായത് 2025 നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന കളക്ഷൻസ് എല്ലാം കൂടെ ഒരു സ്റ്റോക്ക് ക്ലിയറൻസ് ആയിട്ട് ചെയ്തതായിരുന്നു. അതല്ലാതെ നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരിക്കലും നമുക്ക് മസ്ലിൻ്റെ ഒക്കെ കുർത്തീസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. മസ്ലിൻ്റെ ഒക്കെ കുർത്തീസ് ഒന്നും ഒരിക്കലും നമുക്കൊരു 299 പ്രൈസ് റേഞ്ചിലൊന്നും കൊണ്ടുവരാനേ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഇതൊരു ക്ലിയറൻസ് സെയിലായിരുന്നു, സ്റ്റോക്ക് ക്ലിയറൻസ് ആയിരുന്നു. അതിന് ഒരിക്കലും നമുക്ക് റീസ്റ്റോക്ക് ഉണ്ടാവില്ല. ഉണ്ടായെങ്കിൽ തന്നെ ആ ഒരു പ്രൊഡക്റ്റ് റീസ്റ്റോക്ക് ചെയ്താൽ തന്നെ നമുക്ക് ഒരിക്കലും ആ ഒരു പ്രൈസ് റേഞ്ചിനും ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്കറിയാം മസ്ലിൻ്റെ ഒക്കെ ഒരു ഫാബ്രിക് പർച്ചേസ് ചെയ്ത് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിൽ തന്നെ നമുക്ക് എത്രമാത്രം ചാർജ് ആവുമെന്നുള്ളത്. അപ്പോൾ അതൊരിക്കലും ആ ഒരു പ്രൈസ് റേഞ്ചിന് ഇനി നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ സത്യാവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഇനി വീണ്ടും നമുക്ക് ആ ഒരു കളക്ഷനൊന്നും റീസ്റ്റോക്ക് ഉണ്ടാവില്ല. അപ്പോൾ അത് ആ ഒരു ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആ ഒരു റേറ്റിൽ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതന്നും ഞാൻ വീഡിയോയിൽ എടുത്ത് പറഞ്ഞാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം ആ ഒരു പ്രൈസ് റേഞ്ചിൽ ആർക്കും തരാൻ പറ്റില്ല, നമുക്കും തരാൻ പറ്റില്ല. ഇനി അത് ആ ഒരു ടൈമിൽ നമ്മൾ ക്ലിയറൻസ് ആയിട്ട് പോയതാണ്. അപ്പോൾ ഇനി ആ ഒരു കളക്ഷൻ അവൈലബിൾ ആണോ അല്ലെങ്കിൽ ഇനിയും ഉണ്ടോ എന്നുള്ളത്, അതേപോലെ തന്നെ അതിന് റീസ്റ്റോക്ക് ചെയ്യാമോ എന്നൊക്കെ ഉള്ള ഇതിനൊരു മറുപടിയാണ്. നമുക്ക് എല്ലാവർക്കും പേഴ്സണലി മെസ്സേജിന് റിപ്ലൈ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഒരു ധാരണയ്ക്ക് വേണ്ടിയിട്ട് പറയുന്നത്, ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ക്ലിയറൻസിലുണ്ടായിരുന്ന കളക്ഷൻസ് ഒന്നും ഇനി നമുക്ക് റീസ്റ്റോക്ക് ഉണ്ടാവില്ല. തന്നെ അല്ല, ആ ഒരു പ്രൈസിൽ ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പലതും നമുക്ക് ചില സമയത്ത് ക്ലിയറൻസിൽ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഇല്ലാണ്ടാണ് ചെയ്യുന്നത്. സ്റ്റോക്ക് ക്ലിയർ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളതിൽ പ്രോഫിറ്റ് പോലും എടുക്കാതെയാണ് നമുക്കത് സ്റ്റോക്ക് ക്ലിയർ ഔട്ടായിട്ട് വിടുന്നത്. വീണ്ടും അത് റീസ്റ്റോക്ക് ചെയ്യുക, ആ റേറ്റിൽ റീസ്റ്റോക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതിനി ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഈ ഒരു കോഡ് സെറ്റിൻ്റെ കാര്യം, അതിന് നമുക്ക് ഇന്ന് നാളെ കൂടെ ഉണ്ടാവുള്ളൂ ഈ സെയിൽ. അതിനുശേഷം ഈ ഒരു ഇപ്പം നമുക്ക് നിലവിൽ വീഡിയോയിൽ വന്നിട്ടുള്ള കോഡ് സെറ്റ് എല്ലാം തന്നെ സോൾഡ് ഔട്ട് ആയിരിക്കും. അപ്പോൾ അതിന് മുമ്പ് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ചാൻസാണ്. കാരണം 649 രൂപ മാത്രമേ നമ്മുടെ ഈ ഒരു കോഡ് സെറ്റിന് വരുന്നുള്ളൂ. ലൈനാണ്, ലൈൻ കുർത്തി വിത്ത് സ്ട്രൈറ്റ് കട്ട് ബോട്ടമാണ് വരുന്നത്. അത് 649 കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതും കിട്ടില്ല. ഞാനിതിപ്പോൾ ഇങ്ങനെ എടുത്ത് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും നമ്മളൊരു സെയിൽ വരുന്ന സമയത്ത് പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊക്കെ പറയും, പിന്നീടാണ് അത് അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിലവിൽ ഈ ഒരു ഈ ഒരു കോഡ് സെറ്റിൻ്റെ എല്ലാം തന്നെ സെയിൽ നാളത്തോട് കൂടിയിട്ട് നമ്മളത് സ്റ്റോപ്പ് ചെയ്യും. കാരണം ഹോൾസെയിലായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇത് ഫുള്ളായിട്ട് നമുക്ക് ഹോൾസെയിൽ ഷോപ്പിലേക്കായിരിക്കും പോവുക. അപ്പോൾ പിന്നെ നമുക്കിത് ഉണ്ടാവണമെന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വീണ്ടും പിന്നീട് നമ്മളിത് റീസ്റ്റോക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു സെയിം പ്രിൻറ്റും കാര്യങ്ങളൊന്നും റീസ്റ്റോക്ക് ഉണ്ടാവില്ല. പക്ഷേ വെറൈറ്റീസ് ആയിരിക്കും കൊണ്ടുവരിക. കാരണം ഒരേ പാറ്റേൺ തന്നെ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് അതിൽ ബോറിങ് ആവുമല്ലോ. അപ്പോൾ ഇതൊന്ന് പറയാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്നും നാളെ നമുക്ക് ടൈമുണ്ട്. നാളെ വൈകുന്നേരത്തോടു കൂടിയിട്ട് നമ്മുടെ ഈ ഒരു കോഡ് സെറ്റിൻ്റെ സെയിൽ ക്ലോസ് ചെയ്യും. റീസെല്ലേഴ്സിനോടും അതുപോലെ തന്നെ ഷോപ്പ് ഓണേഴ്സിനോടും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്.
അതേപോലെ തന്നെ ഡ്രസ് കോഡായിട്ട് ഇപ്പം നമുക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യുന്നവരും ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഡ്രസ് കോഡിൻ്റെ കേസ് പറഞ്ഞതിന് ശേഷം നമുക്ക് ബൾക്ക് ഓർഡേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഡ്രസ് കോഡായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവൈലബിൾ ആണ്. മീഡിയം തൊട്ട് 3XL സൈസ് വരെയുണ്ട്. 1-2 പാറ്റേണിൽ നമുക്ക് 4XLലും അവൈലബിൾ ആണ്. കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇതൊന്ന് പറയാനായിട്ട് വന്നതാണ്. കുറച്ചൊരു ക്ലാരിറ്റി വേണമെന്ന് തോന്നി. അപ്പോൾ എല്ലാവർക്കും പേഴ്സണലി മെസ്സേജ് അയക്കുന്നതിനേക്കാളും എളുപ്പം നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തു പോകുന്നത് കേട്ടോ. താങ്ക് യു.